ചോദിക്കും എത്ര പൈസ കിട്ടി. അല്ല ഇപ്പൊ എത്ര രൂപ പൈസ കിട്ടൽ തുടങ്ങി? ഞാൻ പൈസ കിട്ടൽ തുടങ്ങിയല്ലേ. യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരല്ലേ. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നുവാ അതാ പോവും, ഞമ്മളെന്തായാലും പോവും. എന്നാ വേണ്ട പുറത്തേക്ക് പോവാണ്ടേ. അങ്ങനെയാണെങ്കിൽ വേണ്ട, പോണ്ടെങ്കിൽ പോണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ചൂടുണ്ട് ഫേഡായിട്ട്. തെറ്റിപ്പോയിരിക്കുന്നിട്ട് ആള് തിന്നാൻ പോണല്ലോ. ആക്ക് നമ്മളെ ചിക്കൻ ലോലിപോപ്പിന്റെ ആളാണ്, അത് തിന്നാൻ വേണ്ടിട്ട്. അതിനാ അതിലും വലുതാ എന്താണ് ലൈം ജ്യൂസ്. ആയിക്കോട്ടെ, ലൈം ജ്യൂസ് അല്ലേ? അപ്പൊ എനിക്ക് പുറത്ത് പോകാൻ വേണ്ടിട്ടേ തെറ്റിരിക്കണം. അപ്പൊ ഇൻട്രോ വിളിക്കാനൊന്നും വരാത്ത. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ്, കുറച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിന്റെ മറുപടി പറയാനാണ്. നമ്മളെ യൂട്യൂബിനെ പറ്റിയിട്ട്, ചാനലിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരങ്ങള്, ഓരോ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കണ്ടല്ലോ, സംശയങ്ങൾ തീരുമല്ലോ, എല്ലാ വിവരവും അറിയാൻ കഴിയും. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അല്ലേ. പൊന്നോ, എന്തേ പറയണ്ടവരോട്? വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച്? എല്ലാരും വീഡിയോ എല്ലാവരും കാണാനും ഷെയർ ചെയ്യാനും ഇതൊക്കെ പറ, സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ. എന്താ പൊന്നോ, നല്ല കാണണം അല്ലേ? ഇതിപ്പോ ഇയാളെന്നെ ഇവിടെ ഉള്ളു. എന്റെ അവിടെ മാളൂന്റെ വീട്ടിൽ അവിടെയാണ് ഇപ്പൊ സ്കൂൾ. അനിയത്തിന്റെ കുട്ടിന്റെ മുടി കളച്ചിലേന്ന്. അപ്പൊ ഞങ്ങള് മിഞ്ഞാന്ന് പോയി, ഇന്നലെ വന്നിട്ടുള്ളൂ ഞങ്ങളിട്ട. അപ്പോ മുടിയാൽച്ചിൽ എന്ന് പറഞ്ഞാൽ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാല് മുടിയാൽച്ചിൽ എന്ന് പറഞ്ഞാല് എന്താ വെച്ചാല് ഈ കുട്ടിനെ 40 ദിവസം ആവുമ്പോ മുടി കളയുന്ന പരിപാടിയാണ്. അതിന് ചിലവര് പറയും പേരിടൽ ചടങ്ങ്. ചിലവർ എന്ത് ചീത്ത പറഞ്ഞു നോക്കും. അല്ലല്ല, നമ്മള് മലപ്പുറം പുറത്ത് വർഷത്തില് പേരിടൽ ചടങ്ങ്. അതെ, പേരിടൽ അങ്ങനെ എന്തോ പേരിടൽ ചടങ്ങ് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും അന്നാളുടെ കുട്ടിക്ക് പേരിടല്. അതെ. അപ്പൊ ഇന്നലെ രാത്രി വന്നിട്ടുള്ളൂ. ഇന്നലത്തെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ പുറത്തുള്ള കുറെ ആൾക്കാരുള്ളതല്ലേ, അപ്പൊ നമുക്ക് ചിലപ്പോൾ വീഡിയോ കട്ട് ചെയ്യും. അവരാരുടെ വീട്ടിൽ തന്നെ സംഭവം വെച്ചാല് അവരാരുടെ വീട്ടില് പരിപാടി ഉണ്ടായാലും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പണി ഫുള്ള് വന്ന പോലെ ഓരോന്ന് കൊണ്ടു കൊടുക്കുന്ന പണി, വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ മക്കളൊക്കെ അല്ലേ, മക്കൾക്ക് ക്യാമറ ആയിട്ട് എടുക്കുക വെച്ചാൽ ഭയങ്കര അസുഖം. മക്കളോട് പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പോ ഞങ്ങള് 2 ദിവസമായിട്ട് വീഡിയോയിലൊക്കെ വരാത്തത് ഒരുപാട് പരിപാടികൾ. പിന്നെ അല്ലേ നമുക്ക് ഭയങ്കര ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മരണം ഉണ്ടായി. അപ്പൊ ഞാൻ വണ്ടിയിൽ ജോലി ചെയ്യുന്ന അതിന്റെ മുതലാളിയുടെ പേരുന്നു കുഞ്ഞിമരക്കാർ ഹാജി എന്ന് പറയും. അദ്ദേഹം നമ്മളെ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അങ്ങനെയുള്ള നമ്മുടെ മരണം ഉണ്ടാവാൻ അല്ലാഹു അങ്ങനെയുള്ള മരണങ്ങൾ നമ്മളെ കാക്കട്ടെ. പെട്ടെന്ന് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ട് പിരിഞ്ഞു പോയി. എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കായി പോയി. അതായത് ഞാൻ ജോലി ചെയ്യുന്ന ബ്രീസ് കമ്പനിയുടെ നമ്മളെ വീഡിയോയിലെല്ലാം ഉണ്ട് മുനീർ. അതുപോലെ തന്നെ അവിടുത്തെ ഉപ്പ. അത് ശരിക്കും ഭയങ്കര ഷോക്കായി. ഇപ്പൊ ഞാൻ ഈ വണ്ടിയുടെ ഒരാളുടെ വീട്ടിൽ ജോലി ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇന്നൊന്നിനും തുടങ്ങിയ ജോലിയല്ല. എന്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ, അതായത് നമ്മളെ ഈ വീടിനു മുമ്പ് നമ്മളെ വീട് കുറുക അവിടെ ആയിരുന്നു. ആ വീടിന്റെ അയൽവാസിയാണ് അദ്ദേഹം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. ശരിക്കും ഒരു ഷോക്കായി പോയി. എൻ്റെ കുട്ടിക്കാലം മുതൽ നമ്മൾ അവരുടെ വീട്ടിലൊക്കെ ചെറിയ ജോലിയും കാര്യമൊക്കെ, ജോലി എന്നല്ല നമ്മൾ അവിടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു മുതലാളി എന്നല്ല, അല്ലെങ്കിൽ മുതലാളിയുടെ ഉപ്പ എന്നല്ല, അതിലുപരി ഒരു വേർപാടായിരുന്നു അദ്ദേഹത്തിന്റെ. മാളന്റെ വീട്ടില് ഇങ്ങനെ നേരത്തെ കുട്ടീനെ കാണാനുള്ള പരിപാടിയായിരുന്നു. നമ്മൾ മുടിയാൽച്ചിൽ എന്നൊക്കെ പറയും. അതെ, ഇന്നലെ എന്താ പറയാ, ഇന്നലെ ആ പെരേക്ക് വന്നപ്പോഴൊക്കെ നിങ്ങള് വേറെ ഏതോ ആള് വന്ന പോലെ ഫുൾ മൂകമായി, ഒന്നിനുള്ളിൽ ഒരാളിങ്ങനെ വന്നിക്കണെന്നുള്ളൂ. ഫുൾ ടെൻഷൻ ആയിക്കാതെ. അപ്പോ ആദ്യമായി തന്നെ നമ്മള് പറയാനുള്ള മറുപടി എന്താണ്,
നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനം എത്ര ഉണ്ട്, എത്ര വരാറുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എത്ര വരാറുണ്ട്, എന്തൊക്കെ ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണില്ലേ, അതൊക്കെ ചോദ്യങ്ങളാണ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് നമ്മളെ പുറത്തുനിന്നൊക്കെ കാണുമ്പോഴും ഇതുപോലെ പുറത്തുനിന്നാണ്, പിന്നെ കുറച്ച് ആൾക്കാർ ഫോണിലുണ്ട് കമന്റിലൂടെ ഒക്കെ വന്നിട്ടും അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവര് അറിയാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അല്ലേ പറയുന്നത്, ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു ഫസ്ലുർ റഹ്മാൻ, നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് എത്ര രൂപ വരുമാനം വന്നു എന്ന് നിങ്ങൾ എന്താ കാണിക്കാഞ്ഞത്, എന്താ പറയാഞ്ഞത്, എത്ര രൂപ കിട്ടുന്നുണ്ട്? അപ്പോ സത്യത്തില് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഫസ്ലുർ റഹ്മാൻ ഒന്നും, അതായത് നമ്മളിങ്ങനെ അല്ലേ കയറുന്നുണ്ടല്ലോ അല്ലേ, എന്താ വെച്ചാല് മോണിറ്റൈസ് ആയി, അത്യാവശ്യം ഇപ്പൊ വ്യൂസ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ പൈസ കിട്ടാനായിട്ട് ഡോളർ കേറുന്നുണ്ട്. അപ്പൊ അത് $100 ആയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡോളർ കയറി തുടങ്ങിക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പൈസ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം. പരമാവധി വീഡിയോ ഫസ്റ്റ് ഇട്ടേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളത് പ്രതീക്ഷിക്കണേ. നമുക്ക് എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാല് അതിന്റെ റവന്യൂ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മള് തുടങ്ങണത്. തീർച്ചയായിട്ടും. അപ്പൊ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ആ ചോദ്യം ആരും ചോദിക്കണം, എല്ലാരും ചോദിക്കും എത്ര പൈസ കിട്ടി. അല്ല ഇപ്പൊ എത്ര രൂപ പൈസ കിട്ടൽ തുടങ്ങി? പൈസ കിട്ടൽ തുടങ്ങിയല്ലേ, യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരല്ലേ പുറത്തേക്ക് ഇറങ്ങിയല്ലോ ചോദ്യം ഒഴിവാതാണ്. അതുപോലെ തന്നെ ഒരു വിനീത, നിങ്ങൾ ഫസ്റ്റിലെ യൂട്യൂബ് വരുമാനം കൊണ്ട് എന്താണ് ചെയ്തത്? യൂട്യൂബ് വരുമാനം ഒന്നും ചെയ്യാന് ആയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതിന് നിങ്ങളെ ഫുൾ സപ്പോർട്ട് വേണം, പിന്നെ ദൈവാനുഗ്രഹം. അപ്പോ എല്ലാം ശരിയാവും. ഇപ്പൊ പറഞ്ഞില്ലേ ഇങ്ങനെ ഡോളറൊക്കെ കേറുന്നുണ്ട്, ഒന്നും ആയിട്ടില്ല. ഓക്കെ, ഇതൊക്കെ തന്നെ വീഡിയോ അതിനൊക്കെ എന്തെങ്കിലും കണ്ടെത്തും വേണം. 2-3 കൂടി ഉണ്ട്. ഇപ്പൊ എല്ലാവരോടും കൂടി പറയണം, ഒന്നും വായിക്കണില്ല. അപ്പൊ പുറത്തിറങ്ങിയുള്ള ചോദ്യം തന്നെ എത്ര കിട്ടി, എന്താ ചെയ്ത്, നിങ്ങൾക്ക് ഇപ്പൊ നല്ല പൈസ ഉണ്ടല്ലോ എന്താണ്. അപ്പൊ ഇതാണ് സംഭവം. ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. പൈസ കിട്ടിയാലേ എങ്ങനെയാലും നിങ്ങൾ അറിയിക്കുന്നതാണ്. എങ്ങനെയാലും അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും. പൈസ കിട്ടിയെന്ന് പക്ഷെ ഉടനെ കിട്ടും. എങ്ങനെയാലും 2-3 മാസത്തിനുള്ളിൽ എങ്ങനെയാലും ഞങ്ങൾക്ക് പൈസ കിട്ടും. അത്ര ആയി തുടങ്ങിയിട്ടുണ്ട് ഡോളർ. പിന്നെ ഇങ്ങനെ സിസ്റ്റം വീഡിയോ ഇങ്ങനെ കാണുന്നതിനനുസരിച്ചല്ലേ പൈസ കിട്ടും, വ്യൂസിന് വാച്ച് അവറിനനുസരിച്ച്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഒന്നും കൂടി ഞാൻ പറയണേ, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരെ എത്തിയത് നിങ്ങളെ സപ്പോർട്ടാണ്. ഇനി ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്തവരും ഇനി ചെയ്യാൻ പോകുന്നവരും ഇതുവരെ എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ 2 ദിവസം ചുരുക്കി പറഞ്ഞാല് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിന്റെ വേർപാട്, അതുപോലെ തന്നെ മാളുവിന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അതെല്ലാം ശരിക്കും ഫംഗ്ഷന് ബറാബറൊന്നും പങ്കെടുത്തിട്ടില്ല. കാരണം രാവിലെ മുതലേ അങ്ങോട്ട് തലേ രാത്രി അവിടെ വീട്ടിലായിരുന്നു. ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നൊരു അംഗം നമ്മളിന്നും വേർപിരിഞ്ഞ പോലുള്ള ഒരു ഫീലായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ആഹാരം വെളിച്ചമായി കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള 1-2 കാര്യം കൊണ്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ. ഇന്ന് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ കമൻറ്റിലൂടെ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് യൂട്യൂബ് വരുമാനം കൊണ്ട് എന്ത് ചെയ്തു, എന്തൊക്കെയാണെന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും നമുക്കൊന്നും വരുന്നില്ല. അതിനെക്കുറിച്ചുള്ള ആളുകൾ കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കിടന്നു. അതുകൊണ്ട് നല്ല സ്നേഹമുള്ളവർ അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ തിരക്കില്ലാന്ന് പറയുമ്പോൾ തെറ്റി മതി. അപ്പൊ നീ പറയാനുള്ള ഇതൊക്കെ തന്നെയാണ്. മൂക്ക് തൊണ്ടിയതാ ഇങ്ങനെ ആക്കിയതാ. അല്ല, ഞാൻ അങ്ങനെ സ്നേഹമുള്ളവരൊക്കെ വേഗം തെറ്റും അപ്പൊ ചിലപ്പം പറയും ഞാൻ അതാണ് ഇങ്ങനെ തെറ്റുന്നത്, എനിക്ക് സ്നേഹമുണ്ട്. ഞാൻ അതാണ് തെറ്റണേ. എന്നോട് അറിയാം ഞാൻ എപ്പോഴും തിരക്കുണ്ടാക്കണെന്ന്. എവിടെ അതിനെക്കാട്ടി വലിയ വെക്കാണ് ഇത്. ഈ കുട്ടീൻ്റെ ഇങ്ങനെ മൂക്കത്ത് കൂടെ പോയാൽ മതി. പിന്നെ എന്താ വെച്ചാല് ഇപ്പൊ നമ്മക്ക് 16,770 മേലെ സബ്സ്ക്രൈബ് ആയി. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവരാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോ 16,300 അല്ലേ, 270 എത്ര ആയി. ഓക്കെ, ഭയങ്കര
താങ്ക്സ്. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി എല്ലാവരും ചെയ്യും. ഒരുപാട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ അല്ലേ നമ്മൾ ചാനൽ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ തളർത്താൻ നോക്കിയവരുണ്ട്. അതെ അതെ. അതിൽ 75% നമ്മൾക്ക് സപ്പോർട്ട് ഉള്ളവരുണ്ട്. അപ്പൊ തളർത്താൻ നോക്കിയവരും എല്ലാവർക്കും നന്ദി. തളർത്തുമ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെയാണല്ലോ അല്ലേ? അങ്ങനെയാണ് ഈ ഒരു നിലയിലെത്തിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ബാക്കി വിശേഷങ്ങൾ ഇനിയും വരുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. ഐസ്ലാത്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വിഷയത്തുള്ളൂ എന്താ വെച്ചാൽ എല്ലാവരും ചോദിച്ച് ഞങ്ങൾ മറുപടി പറഞ്ഞ് മടുത്തിന്ന്. പിന്നെ വീഡിയോ ആയിട്ട് വന്നാൽ എല്ലാവർക്കും ഒരു മറുപടി ആവുമല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മളൊരു വീഡിയോ ചെയ്യുക. സംഗതി കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷട്ടാ. പൈസ കിട്ടിയാന്ന് കേൾക്കും നമുക്ക് സന്തോഷം. അതെ. അപ്പൊ എന്താണ് എല്ലാരും ചോദിക്കും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയില്ലേ, എത്ര കിട്ടി, നിങ്ങളെ കടങ്ങള് വീട് വിൽക്കാന് എന്തായി, പ്രമാണത്തിന്റെ എന്തായി എല്ലാവരും ചോദിക്കും വിശേഷങ്ങളൊക്കെ യൂട്യൂബ് വീഡിയോ കണ്ടതിന് ശേഷം. അപ്പൊ ഞങ്ങളെ വീട് വിറ്റിട്ടില്ല. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു സിമ്പതി കിട്ടാനാണോ വീഡിയോ ഇട്ടിക്കണത്, വീടിന്റെ വീഡിയോ ഇട്ടിക്കണത്. ഒരിക്കലും അല്ല. ഞങ്ങൾ കടത്തിൽ കുടുങ്ങിയിട്ട് ആ കടം വീട്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ഇട്ടിക്കണത്. ആരെങ്കിലും അതിൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ യൂട്യൂബിലുണ്ട് വീടിന്റെ പരസ്യം സ്ഥലം കൊടുക്കാന്ന് കണ്ടിട്ട് അതുപോലെ ചെയ്താല് ആവശ്യക്കാർ വരുമല്ലോ വിചാരിച്ച് ഇട്ടതാണ്. അപ്പൊ വരുമായിരിക്കും, നമുക്കൊരു ടൈം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ അങ്ങനെ ഒന്നും ഇട്ടല്ല. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി നാളെ വരും. വീഡിയോയില് ആശേരിപ്പണിക്കാണ് ഇവിടെ നല്ല മേപ്പൊക്കെ ഒളിഞ്ഞിരിക്കണം. നമ്മ പുറത്ത് പോണ്ടേ? പോരല്ലോ. പുറത്ത് പോരണ്ടാ? എന്നാ പോണ്ട ഓ പോരില്ല. നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ ഇപ്പോ പനിയായിട്ട് മുഖൊക്കെ എന്തൊക്കെയോ പോലുണ്ട്. രാത്രിക്ക് ഉറക്കം വെച്ചിങ്ങനെ എനിക്കൊരു ജലദോഷത്തിന്റെ ഗുളിക നിന്നത് കുടിച്ചതിന് ശേഷം ഞാൻ ഭയങ്കര ഉറക്കാണ്. എന്തിനുള്ള ഗുളിക തന്നിക്കണെന്നാവോ? നല്ല ഫുള്ള് ക്ഷീണമുള്ള ഗുളിക തന്നിക്കണ എനിക്ക്. അപ്പൊ ആ ക്ഷീണന്റെ മുഖത്ത് നല്ല ഉണ്ട് പനി ഉണ്ടായിട്ട്. ഞാൻ ആ ഗുളിക എത്ര കുടിച്ചു? എനിക്ക് ക്ഷീണമില്ലല്ലോ. എനിക്ക് ക്ഷീണനൊക്കെ ഗുളിക കുടിച്ചതിന് ശേഷം എനിക്ക് തീരെ വയ്യ. ഫുൾ ജലദോഷം പെരയിൽ എളുപ്പം ഓടിയതാണ് എനിക്ക് പനിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നാളെ പുതിയ ഓരോ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.